So next is the Cortex-M follows hardware architecture. So നമ്മളിപ്പം Cortex-M ഇതിൽ പറഞ്ഞ റിസ്ക് ആർക്കിടെക്ചർ നടക്കുന്നു. അത് റിസ്ക് ആർക്കിടെക്ചർ ഫോളോ ചെയ്യേണ്ടത് മുമ്പത്തെ വീഡിയോയിൽ. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ ആം ഫോളോ ചെയ്യുന്ന വേറൊരു ആർക്കിടെക്ചറാണ് ഏത് ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പം ഇപ്പോൾ കുറേ ആർക്കിടെക്ചർ ഫോളോ ചെയ്തിട്ടാണിത്. ഓക്കെ, അതിലൊന്നാണ് റിസ്ക് ആർക്കിടെക്ചർ, അതായത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ നമ്മൾ മുകളിൽ പറഞ്ഞ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് അത് യൂസ് ചെയ്യുന്ന വേറൊരു ആർക്കിടെക്ചറാണ് ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പം ഈ ഹാർഡ്വേർഡ് ആർക്കിടെക്ചറിൽ എന്താ പറയുക, യൂസ് സെപ്പറേറ്റ് മെമ്മറി ബസ് ഫോർ ഇൻസ്ട്രക്ഷൻ മെമ്മറി ആൻഡ് ഡാറ്റ മെമ്മറി. അപ്പോൾ ഇവിടെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 മെമ്മറി ബസ്സുകൾ യൂസ് ചെയ്യും. ഇൻസ്ട്രക്ഷന് വേറെ മെമ്മറിയും അതേപോലെ തന്നെ ഡാറ്റയ്ക്ക് വേറെ മെമ്മറിയാണ്. മറ്റൊരു കോമൺ മെമ്മറി ആയിരുന്നുണ്ടായി. ഓക്കെ, ബട്ട് ഇവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻ മെമ്മറിയും വേറെ ഡാറ്റ മെമ്മറിയും വേറെ ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും, ഡാറ്റാസും ഉണ്ടാവും. സോ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്മറി, ഇൻസ്ട്രക്ഷൻ മെമ്മറി ആൻഡ് ഓൾസോ ഡാറ്റ മെമ്മറി സെപ്പറേറ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറാണ് ഹാർഡ്വെയർ ആർക്കിടെക്ചർ. ഓക്കെ, സോ ഹാർഡ്വെയർ ആർക്കിടെക്ചർ ഇസ് എ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ in which the instruction memory and the data memory will be separate. ഓക്കെ, അതിലൊന്ന് മെമ്മറി സ്റ്റോർ ചെയ്യും ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യും ആൻഡ് അനദറിൽ ഡാറ്റ ആണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, രണ്ടും ഡിഫറെൻറ്റ് ബസ്സുകളുമാണ് ഉള്ളത്. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ. സോ കമ്മിങ് ടു ദിസ് സ്ട്രക്ചർ ഓഫ് ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ. സോ ഫസ്റ്റ് നമുക്ക് കാണാം ഇൻസ്ട്രക്ഷൻ മെമ്മറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് ആണ് സ്റ്റോർ ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് ആണ് സ്റ്റോർ ചെയ്യുക. അതായത് ഇപ്പോൾ പ്രോഗ്രാമിൽ ബട്ടൺ ഓൺ ചെയ്താൽ LED ഓൺ ആവണം, LED = 1 സെറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുക ഇൻസ്ട്രക്ഷൻ മെമ്മറീൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഈ CPU ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ റീഡ് ചെയ്യുക എഴുതുന്നതാണ്. CPU ഉണ്ടല്ലേ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അറ്റ് ദ മിഡിൽ, വി ക്യാൻ സി CPU. ഓക്കെ, CPU ഇൻക്ലൂഡ്സ് ഓഫ് കൺട്രോൾ യൂണിറ്റ് ആൻഡ് ALU. ഓക്കെ, സോ ഈ CPU ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എടുക്കുക ഇൻസ്ട്രക്ഷൻ മെമ്മറീൻ്റെ ഉള്ളിൽ നിന്നാണ്. ഓക്കെ, then at the right side we can see data memory. Okay, data memory എന്താ സ്റ്റോർ ചെയ്യുക? ആസ് യൂഷ്വൽ ഡാറ്റ മെമ്മറി സ്റ്റോർസ് ദ ഡാറ്റ. ഓക്കെ, സോ ഈ പ്രോഗ്രാമിന് യൂസ് ചെയ്യാനുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യുക ഡാറ്റ മെമ്മറീൻ്റെ ഉള്ളിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഒരു ടെമ്പറേച്ചർ 35 ഡിഗ്രി എബവ് ആവുകയാണെങ്കിൽ ഫാൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആവണം, അങ്ങനെ ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്ത് വെച്ച് ആ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുക ഇൻസ്ട്രക്ഷൻ മെമ്മറീൻ്റെ ഉള്ളിലാണ്. അതായത് ഫാൻ ഇത്ര ഡിഗ്രി ആവുമ്പം ഫാൻ ഓൺ ആവണം, എൽസ് ഫാൻ ഓഫായി തന്നെ സ്റ്റേ ചെയ്താൽ മതി. ആ ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്യുക ഇൻസ്ട്രക്ഷൻ മെമ്മറീൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഡാറ്റ മെമ്മറീൻ്റെ ഉള്ളിൽ എന്താ സ്റ്റോർ ചെയ്യുക? ടെമ്പറേച്ചർ എത്ര? 35 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആ ഡാറ്റാസ് ടെമ്പറേച്ചർ 35 ഡിഗ്രി ആയാൽ, അതേപോലെ ഫാൻ ഇപ്പം ഫുൾ 5 സ്പീഡിൽ കറങ്ങണം, അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുക. ഈ എത്ര ഡാറ്റാസ് 35 സ്പീഡ് 5 അങ്ങനത്തെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനാണ് ഡാറ്റ മെമ്മറിയിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ അറ്റ് ദ സെൻറ്റർ CPUൻ്റെ ഉള്ളിൽ കൺട്രോൾ യൂണിറ്റും ഉണ്ടാവും, ALU ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കൺട്രോൾ യൂണിറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, അതേപോലെ തന്നെ ഹോൾ പ്രോസസ്സുകളൊക്കെ കൺട്രോൾ ചെയ്യും. ഓക്കെ, ALU എന്താ? എഡിഷന്, സബ്സ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷന്, ലോജിക്കൽ ഓപ്പറേഷൻസ്, ആൻഡ് ഓർ അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനാണ് ALU ഉള്ളത്. അറ്റ് ദ ലാസ്റ്റ് വി ക്യാൻ സി ദ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ എന്നാണ് ആ ബോട്ടം ഉള്ള ബ്ലോക്ക്. ഓക്കെ, സോ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ എന്താണ്? ഈ പ്രൊസസ്സറിനെ എക്സ്റ്റേണൽ ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ ഈ പ്രൊസസ്സർ CPU-നെ എക്സ്റ്റേണൽ പുറത്തുള്ള ഡിവൈസസ് ഒക്കെ ആയിട്ട് കൺട്രോൾ ചെയ്യാനാണ്, കണക്ട് ചെയ്യാനാണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ ഉള്ളത്. ഓക്കെ, അപ്പം ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് ഇപ്പോൾ ബട്ടൺ അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസർ, കീപാഡ്, ഇതൊക്കെ ഒരു ഇൻപുട്ട് ഡിവൈസാണ് വരിക. ഔട്ട്പുട്ടായിട്ട് എന്താ? LED, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാനാണെങ്കിൽ അത് കറങ്ങാനുള്ള മോട്ടർ, ഇതൊക്കെ ഔട്ട്പുട്ടായിട്ടാണ് വരിക, ബസർ, അതൊക്കെ. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനൊക്കെ ഈ CPU ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ ഉള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ഈ ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ വെച്ചിട്ട് എങ്ങനെ അത് വർക്ക് ചെയ്യുക? ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, ആ ഇൻസ്ട്രക്ഷൻ മെമ്മറീൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻ മെമ്മറീൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത ഇൻസ്ട്രക്ഷനെ CPU ഫെച്ച് ചെയ്തെടുക്കും. ഓക്കെ, CPU ഫെച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് CPU എന്താക്കുമ്പോൾ വാല്യൂസൊക്കെ റീഡ് ചെയ്യും, ഡാറ്റ മെമ്മറിയിൽ നിന്ന് ആ വാല്യൂസ് ഇങ്ങോട്ട് റീഡ് ചെയ്യും. എന്നിട്ട് ആ വാല്യൂസൊക്കെ റീഡ് ചെയ്തിട്ട് എന്തൊക്കെ ഓപ്പറേഷൻസാണ് നടത്താനുള്ളത്, ഓപ്പറേഷൻസൊക്കെ നടത്തി കഴിഞ്ഞിട്ട് എന്താക്കും? ഔട്ട്പുട്ട് എന്താക്കും? ഡാറ്റാസൊക്കെ തിരിച്ച് ഡാറ്റ മെമ്മറിയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഔട്ട്പുട്ട് എന്താക്കും? ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളറിലേക്ക് കൊടുത്തിട്ട് എക്സ്റ്റേണൽ ഡിവൈസസിനേക്കൊക്കെ ഔട്ട്പുട്ട് അത് കൊടുക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്.
Next we have advantages of hardware architecture. Okay, so coming to advantages of hardware architecture, first one is separate instruction and data memory bus. Okay, അപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഫീച്ചറാണ് സെപ്പറേറ്റ് മെമ്മറി ആൻഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ മെമ്മറി ഉള്ളത്. ഓക്കെ, സോ ഈ ബസ്സുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഈ സി പി യുയിലേക്കും മെമ്മറിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ ബസ് ത്രൂ. ഓക്കെ, അപ്പം ആ ബസ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡാറ്റ ട്രാൻസ്ഫറിനൊരു ബസ്സും ഇൻസ്ട്രക്ഷൻ ട്രാൻസ്ഫറിനൊരു ബസ്സും. ഓക്കെ, അപ്പോൾ എന്താ ബോത്തിനും ആ രണ്ട് ഡാറ്റക്കും ഇൻസ്ട്രക്ഷൻസിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ ഇതിൽ ഇപ്പം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇൻസ്ട്രക്ഷന് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അവർക്ക് ഓരോ ബസ്സിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ആവാം. അപ്പോൾ അവിടെ വെയിറ്റിങ്ങോ അല്ലെങ്കിൽ കൊളീഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ റെഡ്യൂസസ് മെമ്മറി ആക്സസ് കോൺഫ്ലിക്ട്സ്, അതേപോലെ ഡാറ്റ ട്രാൻസ്ഫർ എഫിഷ്യൻസി കൂട്ടും, ആൻഡ് ഓൾസോ ഇൻഡിപെൻഡൻ്റ്ലി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ റൺ ചെയ്യാം. അലൗസ് പാരലൽ ആക്സസ്. ഓക്കെ, പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ് ദ സെയിം ടൈം രണ്ട് തിങ്സ് ഒരേപോലെ അറ്റ് ദ സെയിം ടൈം ഹാപ്പൻ ആവുക. ഓക്കെ, അപ്പം ഈ ഹാർഡ്വേർഡ് ആർക്കിടെക്ചറിൽ സി പി യുവിന് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യാനും ഡാറ്റാസ് എഴുതാനൊക്കെ മീൻസ് ഡാറ്റ റീഡ് റൈറ്റ് ചെയ്യാനൊക്കെ സെയിം ടൈമിൽ പറ്റും. കാരണം രണ്ടും ഡിഫറെൻറ്റ് ബസ് ആൻഡ് രണ്ടും ഡിഫറെൻറ്റ് ബ്ലോക്കുകളാണല്ലോ. ഓക്കെ, സോ സി പി യു ക്യാൻ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ആൻഡ് റീഡ് ഓർ റൈറ്റ് ഡാറ്റ അറ്റ് ദ സെയിം ടൈം. ഇൻക്രീസസ് എക്സിക്യൂഷൻ സ്പീഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ സ്പീഡും കൂടും, അതേപോലെ തന്നെ പെർഫോമൻസും കൂടും. ഓക്കെ, പിന്നെ ഓവറോൾ സ്പീഡ് ഇമ്പ്രൂവ് ആക്കും. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്ങും ഡാറ്റ ആക്സസും ഒക്കെ എന്താ സെയിം ടൈമിൽ നടക്കും. അതുകൊണ്ട് പ്രോഗ്രാം നമുക്ക് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. സോ ഫാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കമ്പയർഡ് ടു വോൺ ന്യൂമൻ ആർക്കിടെക്ചർ. സോ ഇതൊരു വേറെ ടൈപ്പ് ഓഫ് ഹാർഡ്വേർഡ് ആർക്കിടെക്ചറിന് പകരം യൂസ് ചെയ്യണ ഒരു ആർക്കിടെക്ചറാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പം ഇത് സ്ലോവറാണ്. അപ്പം അതിന് പകരം ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റിയതാണ് ഈ ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ. എൻഹാൻസസ് റിയൽ ടൈം പെർഫോമൻസ് ഇൻ എംബെഡഡ് സിസ്റ്റം. ഓക്കെ, next we have pipeline execution in Cortex-M. Okay, so another reason why the Cortex-M processors are fast is because they uses a technique which is called pipelining. As we said in above slides and all, here in Cortex-M processors they use pipelining. Okay, so pipelining is the technique in which multiple instructions can be done simultaneously. Okay, so various instructions can be run parallelly in different stages so that there will not be any collision or any other issues. Okay, so this is pipelining. So suppose we think if there is no pipelining, what will happen? The processor should wait until one instruction completely finishes to start the next instruction. So this will be more time consuming. So in order to avoid this waiting issue, here pipelining has been used. Okay, so the Cortex-M processors use a technique called pipelining to improve processor performance. Pipeline execution allows the CPU to process instructions simultaneously. Instead of waiting for one instruction to completely finish, the next instruction begins processing in parallel. Okay, അപ്പോൾ വെയിറ്റ് ചെയ്യാതെ പാരലായിട്ട് നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓവറോൾ എക്സിക്യൂഷൻ സ്പീഡും ഔട്ട്പുട്ടൊക്കെ ഇവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വൈ പൈപ്പ്ലൈൻ ഇസ് ഇമ്പോർട്ടൻറ്റ്? ഇറ്റ് റെഡ്യൂസസ് ഐഡിൽ ടൈം ഓഫ് സി പി യു കമ്പോണൻറ്റ്സ്. അപ്പം ഇതിങ്ങനെ സൈമിൾട്ടേനിയസ്ലി പാരലായിട്ട് വർക്ക് ചെയ്യുമ്പം അവിടെ എന്താ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു കമ്പോണൻസും ഒന്നും ചെയ്യാതിരിക്കുന്ന സ്ലീപ്പിലാവുന്ന ടൈമൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞത് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും, അതേപോലെ തന്നെ ഇൻക്രീസസ് ഇൻസ്ട്രക്ഷൻ സ്പീഡ്. അതായത് ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ Cortex-M ഹൈ പെർഫോമൻസ് കിട്ടും. പൈപ്പ്ലൈനിലുണ്ട് ഹൈ പെർഫോമൻസും ലോ പവർ കൺസപ്ഷനും ആണ്. ആൻഡ് ഓൾസോ റിയൽ ടൈം എംബെഡഡ് സിസ്റ്റത്തിലും IoT ഡിവൈസസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സ്മോക്ക് ഡിറ്റക്ടേഴ്സ്, സ്മാർട്ട് വാച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ കാറിൻ്റെ അതൊക്കെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? സോ Cortex-M പൈപ്പ്ലൈനിങ്ങിലാണ് ഇവിടെ പറയുന്നത്. പൈപ്പ്ലൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹാർഡ്വേർഡ് ആർക്കിടെക്ചറിൽ പൈപ്പ്ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ പൈപ്പ്ലൈൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഹിയർ പൈപ്പ്ലൈൻ അലൗസ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ പ്രോസസ് സൈമിൾട്ടേനിയസ്ലി. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് സൈമിൾട്ടേനിയസ്ലി ഇവിടെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പം ഡിഫറെൻറ്റ് സ്റ്റേജസിലായിട്ട് നമുക്ക് നടക്കും. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അനദർ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ആവുന്നുണ്ടാവും, വേറെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ എറ്റ് എ ടൈം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഓക്കെ,
സോ ഇവിടെ ദിസ് ഓവർലാപ്പിംഗ് ഓപ്പറേഷൻ ഇംപ്രൂവ് സി പി യൂട്ടിലൈസേഷൻ. അപ്പോൾ ഓവർലാപ്പ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ അറ്റ് ടൈം നടക്കുമ്പോൾ നമുക്ക് സി പി യുൻ്റെ യൂട്ടിലൈസേഷൻ കൂട്ടുക, ടൈം റെഡ്യൂസ് ചെയ്യുക, ഡിലേ കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. ദിസ് ഓവർലാപ്പിംഗ് ഓപ്പറേഷൻ ഇംപ്രൂവ് സി പി യൂട്ടിലൈസേഷൻ, ഇംപ്രൂവ് സി പി യു പെർഫോമൻസ്. ഓക്കെ, സോ ഇതൊക്കെ ഈ പൈപ്പ് ലൈനിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. സി പി യു പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പം കുറേ ഇൻസ്ട്രക്ഷൻസ് കുറച്ച് ടൈമിൽ നമുക്ക് ചെയ്യുക, ഡിലേയും കുറയ്ക്കുക, ഔട്ട്പുട്ടും ത്രൂപുട്ടൊക്കെ ഇൻക്രീസ് ചെയ്യുക, അതേപോലെ തന്നെ റിയൽ ടൈം ആപ്ലിക്കേഷനിലൊക്കെ ഫാസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പൈപ്പ് ലൈനിൻ്റെ സ്റ്റേജസ് ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ ജസ്റ്റ് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് 3 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസ്ട്രക്ഷൻസ് മെമ്മറിയിൽ നിന്ന് എടുക്കും. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും, ആ ഇൻസ്ട്രക്ഷന് സി പി യു എടുക്കും. ഇതാണ് ഫെച്ച്. പ്രോസസ്സർ ഫെച്ചസ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. ഇൻസ്ട്രക്ഷൻ ഇസ് ലോഡഡ് ഇൻ ടു ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഡീകോഡ് എന്ന് പറയുമ്പം ആ ഫെച്ച് ചെയ്തെടുത്ത ഇൻസ്ട്രക്ഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക എന്താണ് അതിൽ പറയണത്, അതിൽ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ ആ ടാസ്ക് എന്താണ്, അതൊക്കെ മനസ്സിലാക്കലാണ് ഡീകോഡിൽ. ഇൻസ്ട്രക്ഷൻ ഇസ് ഇൻ്റർപ്രറ്റഡ് ബൈ ദ കൺട്രോൾ യൂണിറ്റ്. സി പി യു ഡിറ്റർമൈൻസ് വിച്ച് ഓപ്പറേഷൻ മസ്റ്റ് ബി പെർഫോം. എന്ത് ഓപ്പറേഷനാണ്, എന്ത് ആക്ടിവിറ്റി അവിടെ ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കലാണ് ഡീകോഡ് സ്റ്റേജിൽ. എക്സിക്യൂട്ടിൽ എന്താണ്, ഇപ്പം എഡിഷനാണോ അല്ലെങ്കിൽ ഇപ്പോൾ ലോജിക്കൽ ഓപ്പറേഷനാണോ, എന്ത് ഓപ്പറേഷനാണോ നമ്മൾ മനസ്സിലാക്കിയത്, ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യലാണ് എക്സിക്യൂട്ട് സ്റ്റേജിലുള്ളത്. ഓക്കെ, പിന്നെ ഈ റിസൾട്ടൊക്കെ രജിസ്റ്റേഴ്സിലോ മെമ്മറീസിലോ വെച്ചാണ് അതിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ഇതാണ് പൈപ്പ് ലൈനിൻ്റെ മെയിൻ സ്റ്റേജസ്. ഏതൊക്കെയാണ് പൈപ്പ് ലൈനിൻ്റെ മെയിൻ സ്റ്റേജസ്? ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോസസ്സ് കൂടാണ് പൈപ്പ് ലൈനിങ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ഇതിൻ്റെ ബാക്കിനെ ഇതെങ്ങനെ ഈ പൈപ്പ് ലൈനിങ് നടക്കുന്നത്, ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, ആ തിങ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഈ Cortex-Mൽ 3 സ്റ്റേജ് പൈപ്പ് ലൈനിങ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ട് 3 സൈക്കിൾ. ഓക്കെ, സോ പൈപ്പ് ലൈനിങ് എന്താ, അത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷനൊക്കെ നോക്കുന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് 3 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, സോ 3 സ്റ്റേജസിലും എല്ലാ സ്റ്റേജസിലും എന്തുണ്ട്, ഫെച്ച് ഉണ്ട്, ഡീകോഡ് ഉണ്ട്, എക്സിക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഫെച്ച് എന്താ, ഡീകോഡ് എന്താ, എക്സിക്യൂട്ട് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഹിയർ ഇവിടെ സൈക്കിൾ 1 നോക്കുകയാണെങ്കിൽ എറ്റ് എ ടൈം ഫസ്റ്റ് ഒരു സൈക്കിൾ റൺ ചെയ്യുക. അപ്പോൾ ഒറ്റ ഇൻസ്ട്രക്ഷൻ മാത്രമേ അവിടെ എൻ്റർ ചെയ്തിട്ടുള്ളൂ. ഈ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നത്, ഇതാണ് പൈപ്പ് ലൈൻ. ഇതൊക്കെ ഓരോ പൈപ്പ് ലൈൻസ് ആണ്, ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൈപ്പ് ലൈനിൽ ഇതാണ് ഫസ്റ്റ് പൈപ്പ് ലൈൻ. ഓക്കെ, അപ്പോൾ ഒറ്റ ഇൻസ്ട്രക്ഷൻ മാത്രമേ പൈപ്പ് ലൈനിലേക്ക് ഇപ്പം എൻ്റർ ചെയ്തിട്ടുള്ളൂ സൈക്കിൾ 1. ഓക്കെ, സൈക്കിൾ 1 ഒറ്റ ഇൻസ്ട്രക്ഷൻ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സൈക്കിൾ 1 പ്രൊസസ്സർ ആഡ് ഇൻസ്ട്രക്ഷൻ മാത്രമേ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഓക്കെ, സൈക്കിൾ 2 ആയപ്പം ഈ ആഡ് എന്താക്കി, ഫെച്ച് ചെയ്ത് നമ്മൾ ആദ്യം എന്താ ആഡിനെ ഫെച്ച് ചെയ്യുക ചെയ്ത്, ഫെച്ച് ചെയ്താൽ പിന്നെ ഡീകോഡാവും, പിന്നെ എക്സിക്യൂട്ട് ആവും, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ഫെച്ച് ചെയ്തതിന് നെക്സ്റ്റ് ഡീകോഡിലേക്ക് പോകും. അതാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, അപ്പം ഡീകോഡിലേക്ക് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡീകോഡിലേക്ക് പോകുമ്പോൾ ഫെച്ചിങ് ഇവിടെ എം ടി ആണല്ലോ. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ നമ്മളെടുക്കും, അതായത് സബ്സ്ട്രാക്റ്റ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളെടുത്ത ഇൻസ്ട്രക്ഷനാണ് സബ്സ്ട്രാക്റ്റ്. മനസ്സിലായോ? ഓക്കെ, സോ ഇവിടെ സബ്സ്ട്രാക്റ്റ് അപ്പം നമ്മൾ പിന്നെടുത്ത് അതൊരു നെക്സ്റ്റാണ്. അപ്പം എന്താ, ഇവിടെ ഉണ്ടായിന് ഫെച്ചിലുണ്ടായിന് ആഡ് ഡീകോഡിലേക്ക് പോകും, ഡീകോഡിലുണ്ടായിന് പിന്നെ തേർഡ് സൈക്കിൾ എക്സിക്യൂട്ടിലേക്ക് പോകും. അപ്പം ഈ സബ്സ്ട്രാക്റ്റ് എന്താക്കും, ഡീകോഡിലേക്ക് വരും. അപ്പോൾ ഇവിടെ പുതിയ ഒരു നെക്സ്റ്റ് ഒരു ഓപ്പറേഷൻ, ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ എടുക്കും, അതായത് കമ്പയർ. CMP എന്ന് പറയുമ്പോൾ കമ്പയർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്പറേഷൻ അവിടെ എടുത്ത്, അങ്ങനെയാണ് പൈപ്പ് ലൈനിങ്. ഓക്കെ, ഇപ്പോൾ പൈപ്പ് ലൈനിങ് അല്ലെങ്കിൽ എന്താ നടക്കുക, അപ്പം നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണ് ആഡ്. അപ്പോൾ ഈ ആഡ് എന്നുള്ളതിന് എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡീകോഡാവും, എക്സിക്യൂട്ട് ആവും. ഈ ഹോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സബ്സ്ട്രാക്റ്റ് എടുക്കുള്ളൂ. അപ്പോൾ സബ്സ്ട്രാക്റ്റ് എടുത്താൽ എന്താക്കും, സബ്സ്ട്രാക്റ്റ് ഫെച്ച് ചെയ്യും, ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ടേ പിന്നെ നമ്മൾ അടുത്തതിന് എടുക്കുള്ളൂ. അപ്പോൾ അതെന്താ, ഒന്ന് കഴിയുമ്പം ഈ ആഡിനെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡീകോഡ് ചെയ്യും. അപ്പം ഫെച്ച് കാലി നിൽക്കുകയാണ്, ഒന്നും അവിടെ നടക്കണില്ല. പിന്നെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫെച്ചും ഡീകോഡ് അവിടെ എംപ്റ്റിയാണ്, ഒന്നും നടക്കണില്ല. അപ്പോൾ എന്താ, ടൈമും CPU യൂട്ടിലൈസേഷൻ ഒക്കെ വെറുതെ വേസ്റ്റ് ആവണം. അപ്പോൾ പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങനെ സൈമിൾട്ടേനിയസ്ലി ഇങ്ങനെ ഓപ്പറേഷൻസ് നടക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? സോ ആഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പം സബ്സ്ട്രാക്റ്റ് ഡീകോഡ് ആവുണ്ടാവും, കമ്പയർ അപ്പോൾ അവിടെ ഫെച്ച് ആവുണ്ടാവും ലാസ്റ്റ് സ്റ്റേജിൽ, സൈക്കിൾ 3. ഓക്കെ, മനസ്സിലായില്ലേ? സോ the diagram shows a 3-stage pipeline execution in Cortex-M processors.
Okay, in each clock cycle, multiple instructions are processed simultaneously in different stages such as fetch, decode and execute. അപ്പം ഓരോ ക്ലോക്ക് സൈക്കിളിലും ഓരോ ഇൻസ്ട്രക്ഷൻസ് സൈമിൾട്ടേനിയസ്ലി ആയിട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസിലായിട്ട് നടക്കുകയാണ്. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ഇതിലൊക്കെ. ഓക്കെ, അപ്പം ആഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സബ്സ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷന് ഡീകോഡ് ചെയ്യും. അപ്പം കമ്പയർ ഇൻസ്ട്രക്ഷന് ഫെച്ച് ചെയ്യും തേർഡ് സൈക്കിളിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓവർലാപ്പിംഗ് എക്സിക്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രൊസസ്സറിൻ്റെ സ്പീഡും സി പി യുവിൻ്റെ ഓവറോൾ യൂട്ടിലൈസേഷനും സി പി യു പെർഫോമൻസും ഒക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ത്രീ സ്റ്റേജ് പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ Cortex-M ആണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ പൈപ്പ് ലൈനിങ് എന്താ അതിൻ്റെ ഒരു Cortex-Mൽ നടക്കുന്നതാണ് പറഞ്ഞത്. നെക്സ്റ്റ് Cortex-M കോർ. ഓക്കെ, അപ്പോൾ Cortex-M കോർ എന്ന് പറഞ്ഞത് ഈ Cortex-Mൻ്റെ ഓവറോൾ തിങ് ആണ് ഈ ഒരു ആർക്കിടെക്ചറിൽ പറയുന്നത്. ഓക്കെ, സോ ഹിയർ വി ഹാവ് CPU, NVIC പറഞ്ഞാൽ നെസ്റ്റഡ് വെക്ടർ ഇൻട്രപ്റ്റ് കൺട്രോളർ, സിസ്റ്റിക് അതായത് സിസ്റ്റം ടൈമറിനാണ് സിസ്റ്റിക് പറയുന്നത്. ഇൻറ്റേർണൽ ബസ് ഉണ്ട്, ബസ് ഇൻ്റർഫേസ്, മെമ്മറി ഇൻ്റർഫേസ്, ഇതൊക്കെയാണ് ഇതിലെ മെയിൻ തിങ്. ഓക്കെ, സോ നമ്മളിപ്പോൾ മുകളിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ Cortex-M. ഓക്കെ, ഇവിടെ Cortex-Mൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ Cortex-Mൽ ഈ റിസ്ക് ആർക്കിടെക്ചറും യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞത്, അതേപോലെ ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ, ഇതൊക്കെ കമ്പൈൻഡ് ആണ്. സോ അതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഓവറോൾ Cortex-Mൻ്റെ ഒരു കോർ ആർക്കിടെക്ചറാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ Cortex-Mൽ റിസ്ക്കും ഹാർഡ്വെയറൊക്കെ പഠിച്ച് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയും കൂടിയിട്ടുള്ളൊരു ഇൻറ്റേർണൽ ആർക്കിടെക്ചറാണിത്. ഓക്കെ, അപ്പം നമ്മളൊരു Cortex-Mന് ഒരു സ്മോൾ കമ്പ്യൂട്ടറായിട്ട് വിചാരിക്കുക. അതായത് അതിൽ CPU ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ക്ലാസ് തൊട്ടേ പറയുന്നുണ്ട് മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ കമ്പ്യൂട്ടറാണ്. CPU ഉണ്ടാവും, ടൈമർ ഉണ്ടാവും, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡാറ്റ ബസ് ഇൻ്റർഫേസുകൾ ഉണ്ടാവും, ബസ്സുകളുണ്ടാവും, ഇൻട്രപ്റ്റ് കൺട്രോളറുകൾ ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും കൂടും ഓൾ ബ്ലോക്സ് മൊത്തം വർക്ക് ചെയ്യുമ്പോഴാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുക. സോ ഹിയർ CPU ഉണ്ട്. CPU എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഓഫ് Cortex-M പ്രൊസസ്സറാണ്. എല്ലാ എക്സിക്യൂഷനൊക്കെ നടക്കുക, എല്ലാ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനൊക്കെ നടക്കുക ഈ CPU ആണ്. ബ്രെയിൻ ഓഫ് ദ Cortex-M ആണ് ഈ CPU. ഓക്കെ, അപ്പോൾ എല്ലാ ഓപ്പറേഷൻസും നടക്കുക CPU-ലാണ്. ഓക്കെ, സോ CPU-ൻ്റെ ഉള്ളിൽ തന്നെ സെവറൽ കമ്പോണൻസ് ഉണ്ട്. അതായത് 3-bit ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഓപ്പറേഷൻസൊക്കെ നടക്കാൻ. രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റേഴ്സ് പറഞ്ഞാൽ സ്മോൾ മെമ്മറി ലൊക്കേഷൻസ് ആണ്. പിന്നെ ബാരൽ ഷിഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, ബാരൽ ഷിഫ്റ്റ് എന്താണ്? ഓരോ നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനാണ് ബാരൽ ഷിഫ്റ്റ് ഉള്ളത്. ഓക്കെ, സോ സിംപ്ലി ബിറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും, ബാരൽ ഷിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഹാർഡ്വെയർ മൾട്ടിപ്ലയർ. സോ ഹാർഡ്വെയർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്വെയർ സർക്യൂട്ടാണ്. ഓക്കെ, സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്, മൾട്ടിപ്ലിക്കേഷനൊക്കെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിലായിട്ട് നടക്കണം. അപ്പോൾ ഹാർഡ്വെയർ മൾട്ടിപ്ലയർ ഉള്ളതുകൊണ്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസൊക്കെ പെട്ടെന്ന് നമുക്ക് ക്വിക്ക്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇൻട്രപ്റ്റ് ഇൻ്റർഫേസ് ആണ്. ഈ ഇൻട്രപ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻട്രപ്റ്റ് റിക്വസ്റ്റുകൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു സ്മോക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പുഷ് ബട്ടൺ നടന്നാൽ ഇതൊക്കെ ഇൻട്രപ്റ്റ് ഇൻ്റർഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രപ്റ്റ് വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനാണ് ഇൻട്രപ്റ്റ് ഇൻ്റർഫേസ്. പിന്നെ ഡീബഗ് ഇൻ്റർഫേസ്. ഡീബഗ് ഇൻ്റർഫേസ് പറഞ്ഞാൽ എറേഴ്സ് കണ്ടുപിടിക്കുക, പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യുക, പ്രോഗ്രാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റൺ ചെയ്യുക, അതൊക്കെയാണ് ഡീബഗ് ഇൻ്റർഫേസിലുള്ളത്. അപ്പോൾ CPU കഴിഞ്ഞാൽ പിന്നെ NVIC ഉണ്ട്. NVIC പറഞ്ഞാൽ നെസ്റ്റഡ് വെക്ടേർഡ് ഇൻട്രപ്റ്റ് കൺട്രോളർ. അപ്പോൾ NVICയിൽ എന്താണ്? അതൊരു Cortex-Mൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ഓക്കെ, സോ ആൻഡ് ഇൻട്രപ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഇൻട്രപ്റ്റ് ആൻഡ് സിഗ്നൽ ഒരു പ്രൊസസ്സറിനോട്, അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് എന്തെങ്കിലും ഒരു സഡൻ തിങ് ഹാപ്പൻ ചെയ്തിരിക്കണം, അതൊരു ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ആണ്, ഇമ്മീഡിയറ്റ്ലി അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു സിഗ്നൽ കൊടുക്കുകയാണ് ഇൻട്രപ്റ്റ് കൺട്രോളർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സിസ്റ്റിക്കാണ്. ഓക്കെ, അപ്പം സിസ്റ്റിക് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം ടിക്കർ. ഓക്കെ, സോ സിസ്റ്റം ടിക്കർ ടൈമറിൽ എന്താണെന്ന് വെച്ചാൽ ഡിലേ കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈം കൗണ്ട് ചെയ്യാൻ, ടൈം മെഷർ ചെയ്യാൻ, പീരിയോഡിക് ടാസ്കുകൾ, അതായത് ഓരോ ടാസ്ക് ഇന്ന ടൈമിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തേനൊക്കെ ഉള്ളതാണ് ഈ സിസ്റ്റിക്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം ഇൻറ്റേർണൽ ബസ് ഉണ്ട്. ഓക്കെ, ഇൻറ്റേർണൽ ബസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലോങ് ആയിട്ടുള്ളൊരു ആരോ, ഇതാണ് ഇൻറ്റേർണൽ ബസ്. ഓക്കെ, സോ ഈ മുകളിലുള്ള എല്ലാ ബ്ലോക്കുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻറ്റേർണൽ ബസ് ഉള്ളത്. ഓക്കെ, ഇൻറ്റേർണൽ ബസ് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബസ് എന്ന് വെച്ചാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ പാത്വേ ആണല്ലോ. ഓക്കെ, അപ്പോൾ ബസ്സില്ലാതെ ഈ മെമ്മറിക്കും ക്ലോക്കിനും NVICക്കും ബാക്കി അതർ പെരിഫറൽസിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ബസ് ഇൻ്റർഫേസും ഉണ്ട്, മെമ്മറി ഇൻ്റർഫേസും ഉണ്ട് താഴെ. ഓക്കെ, അപ്പം ബസ് ഇൻ്റർഫേസിൽ എന്തൊക്കെ ഉണ്ട്?
ഈ ബസ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹിയർ വി ക്യാൻ സി ഉണ്ട്, ഇത് കണക്ട് ചെയ്യണം എങ്ങോട്ടാ, ടു സിസ്റ്റം ബസ് ഓർ പെരിഫറൽസ്. ഓക്കെ, അപ്പം ഈ ബ്ലോക്ക് എന്തിനാണ്, എക്സ്റ്റേണൽ പെരിഫറൽസിനായിട്ട്, അതായത് ഇപ്പം ഈ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഇപ്പം I2C ഒക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞല്ലോ, അപ്പം അങ്ങനത്തെ പിൻസൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനൊക്കെയാണ് ഈ ബസ് ഇൻ്റർഫേസ് ഉള്ളത്. ഓക്കെ, പിന്നെ മെമ്മറി ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ മെമ്മറി സിസ്റ്റത്തിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, പ്രോസസ്സറിനെ മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി ഇൻ്റർഫേസ് ഉള്ളത്. അതിൽ റാം, റൂം അങ്ങനത്തെ മെമ്മറീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ ഇതിൻ്റെ ഓവറോൾ പ്രോസസ്സ് എന്താണ്, ഇപ്പോൾ ഒരു പ്രോഗ്രാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്താണ്, ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത പ്രോഗ്രാം CPU എടുക്കും, കൂടെ എടുക്കുക, ഈ ഇപ്പോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത പ്രോഗ്രാം മെമ്മറി ഇൻ്റർഫേസ് കൂടെ ഈ ബസ് കൂടെ CPUയിലേക്ക് പോകും. ഓക്കെ, CPUയിലേക്ക് പോയാൽ CPU ഈ ALUവും അതൊക്കെ വെച്ചിട്ട് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ അത് നടത്തും. ഓക്കെ, CPU ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ NVIC അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്താ പറയുക CPUവിനെ ഇൻഫോം ചെയ്യും. ഇനിയിപ്പോൾ എന്തെങ്കിലും ടൈമറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ സിസ്റ്റിക്ക് ആ ടൈമർ സെറ്റ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ CPU നടക്കുമ്പോൾ അവിടെ നടന്നുകൊണ്ട് നിൽക്കും. ഓക്കെ, ആൻഡ് ദെൻ അത് കഴിഞ്ഞാൽ എന്താക്കും, ബസ് ഇൻ്റർഫേസ് കൂടെ ഇതെങ്ങോട്ടാക്കും, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് കൊടുക്കാൻ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ Cortex-M core works. ഓക്കെ, ഇതാണ് Cortex-Mൻ്റെ ഹോൾ ഫങ്ഷൻ, എങ്ങനെ അത് ടോട്ടലി വർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ.